കാണിത്തടം ചെക്ക് പോസ്റ്റിൽ നിന്നും ബോണക്കാട് പിക്കപ്പ് സ്റ്റേഷൻ വരെ 11 കിലോമീറ്ററാണ്. ആ ദൂരമത്രയും കാടിന് നടുവിൽ ഹെയർപിൻ വളവുകളുള്ള വഴിയിലൂടെ വേണം സഞ്ചരിക്കാൻ. അവിടെ നിന്നും പകുതി ദൂരം പിന്നിടുമ്പോഴേക്കും പ്രദേശവാസികൾ ആരാധിച്ചു പോകുന്ന വഴുക്കൻ പാറയിലെ പ്രതിഷ്ഠയ്ക്കരികിലെത്തും. മിഥിലേച്ചേട്ടന് കയറണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം അവിടെ ഇറങ്ങി. മുൻപ് പൊങ്കാല പോലുള്ള ചടങ്ങുകൾ ഉണ്ടായിരുന്നു. കാലക്രമേണ കാട്ടുതീ പോലുള്ള അപകടങ്ങൾ മാനിച്ച് അത്തരം ചടങ്ങുകൾ ഒഴിവാക്കി. ചുറ്റും കാടിനാൽ ചുറ്റപ്പെട്ട ഗ്രാമം, അതാണ് ബോണക്കാട്. പൊന്മുടിയേക്കാൾ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ബോണക്കാടിനെയാണ്. നമ്മുടെ ടീം ലീഡറായിട്ട് മിഥിലേച്ചേട്ടനാണ് സൈൻ ചെയ്യുന്നത്. സോ അത് എഴുതുന്ന കാര്യമാണ് മിഥിലേച്ചേട്ടൻ ചെയ്യുന്നത്. എവിടെ കിടന്ന് കിളത്തുന്നതെന്ന് വെച്ചാല് ടീം ലീഡറായിട്ട് ആദ്യം എന്റെ പേര് പറഞ്ഞിട്ട് കിളത്താൻ തുടങ്ങിയതാണ് അത്. സോ നമ്മളെക്കാലം മുന്നേ അവസരം കൂടെ വന്നിട്ടുള്ളതാണ് മിഥിലേച്ചേട്ടൻ. അതിൻ്റെ എക്സ്പീരിയൻസ് ആൾക്കൊണ്ട് അടുത്ത 2026 ഇനി അവിടെ പേര് എഴുതി ഒപ്പിട്ടാൽ ഇവിടെ പേര് എഴുത്. ഫോൺ നമ്പർ എഴുതണം. ചേട്ടൻ പേര് എഴുതിയിട്ട് ചേട്ടൻ്റെ അച്ഛൻ്റെ ഫോൺ നമ്പർ, വീട്ടുകാരുടെ ഫോൺ നമ്പറാണ്, അത് എഴുതാണ്. അങ്ങനെ അവിടെ ഈ ചായക്കടയിൽ ഞങ്ങൾ പുറത്തുനിന്ന് വാങ്ങിയ ദോശയും സാമ്പാറും ഗ്രീൻ പീസ് കറിയും കഴിക്കാനിരുന്നു. ഒപ്പം ഓരോ ചായയും പറഞ്ഞു. സമയം വൈകിയത് കൊണ്ടും ഭക്ഷണം അത്ര രുചികരമായി തോന്നുന്നത് കൊണ്ടും തന്നെ മുഴുവൻ കഴിക്കാൻ നിന്നില്ല. ബാക്കിയായതേ ഇവന് നൽകി നമ്മൾ പിക്കപ്പ് സ്റ്റേഷനിലേക്ക് തിരിച്ചു. ബ്രിട്ടീഷ് കാലത്ത് തമിഴ്നാട്ടിൽ നിന്നും മറ്റും തൊഴിലാളികളെ ഇവിടെ എത്തിച്ച് പണിയെടുപ്പിച്ചിരുന്നു. ഇന്നും അവയുടെ അവശേഷിപ്പുകൾ ഇവിടെ കാണാം. കാലക്രമേണ പലരും ഇവിടം വിട്ടു പോയെങ്കിലും ഇന്നും ചില കുടുംബങ്ങൾ ഇവിടുത്തെ ഗ്രാമീണതയിൽ ജീവിക്കുന്നു. ടാർ റോഡുകൾ മൺപാതകൾക്ക് വഴിമാറി. ഇടുങ്ങിയതും പൊടിമണ്ണും ഉരുളൻ കല്ലുകളും നീർച്ചാലുകളുമുള്ള ആ മൺപാത ചെന്നു നിന്നത് പിക്കപ്പ് സ്റ്റേഷന്റെ കവാടത്തിന് മുന്നിലാണ്. അവിടെ വാഹനം പാർക്ക് ചെയ്ത് അകത്തേക്ക് പ്രവേശിച്ചു.